എൻ ഹൃദയത്തിൽ ആലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം Come, Holy Spirit.
Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16 2026 ഫെബ്രുവരി 16. ഇന്ന് നമ്മളിവിടെ പുതിയൊരു സ്ഥലത്താണ്. അയർലൻഡിലുള്ള ബെൻബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പുരാതനമായ ഒരു മൊണാസ്ട്രിയിലാണ്. ഇന്നലെ ഡബ്ലിനിൽ ഉള്ള കാർമലൈറ്റ് മൊണാസ്ട്രിയിലായിരുന്നു. അവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു.
രാത്രി ഇവിടെ എത്തി. പാതിരാത്രിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇന്ന് ഇതാ ലൈവ് ചെയ്യാൻ ദൈവം അനുവദിച്ചു. ഇവിടെ നല്ല ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. അതാണ് വലിയൊരു അനുഗ്രഹം. ദൈവത്തിന് സ്തുതി. അങ്ങനെ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്പസമയമേ ഉറങ്ങാൻ പറ്റിയുള്ളൂ. എങ്കിലും ഈ മലയാളത്തിൽ നിങ്ങളുടെ അടുത്ത് ഇത് എത്തിക്കാനുള്ള വലിയ ആഗ്രഹം, അതോടൊപ്പം മലയാളത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും സർവോപരി പ്രവചനം കിട്ടാനും വേണ്ടിയൊക്കെ ഉള്ള വലിയ ഒരു തീഷ്ണതയിലാണ് ഞാനിതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വില കൊടുത്തിട്ടാണിത് ചെയ്യണതെന്ന് നിങ്ങളത് അഭിമാനത്തോടെയും വിലയോടെയും സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് അസാധ്യമായ കാര്യമാണ് നമ്മൾ ചെയ്യണത്. ഇന്ന് പകൽ മുഴുവനും ഇവിടെ ഇനി ശുശ്രൂഷ ഉണ്ടാകും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇവിടെ നിന്ന് കെട്ടുകെട്ടി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. വാട്സപ്പിൽ തോമസ് പോൾ ബ്രദർ എന്ന് ഒരുപാട് ആപ്പ് ചാനൽ തുടങ്ങിയാൽ എല്ലാ ലൈവ് അപ്ഡേറ്റും അതിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു. എന്താണ് വാട്സപ്പിൽ ഇന്ന് ഒരു വാട്സപ്പ് ചാനൽ? എനിക്ക് അറിഞ്ഞൂടാ മണി, അത് നീ എന്താണ് വിവരിച്ചെനിക്കൊന്ന് പറയും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. വാട്സപ്പിൽ ചാനൽ തുടങ്ങിയാൽ എല്ലാ ലൈവ് അപ്ഡേറ്റും അതിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഇനി നമ്മൾ അതെന്താണ് ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ഈ വാട്സപ്പിൽ മുമ്പ് അയക്കാറുള്ള മാതിരി നമുക്ക് അയക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങി, മലയാളം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇപ്പോൾ 100-800 പേര് കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് ലിങ്ക് അയക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നെ യൂട്യൂബിൽ ഇൻറ്റിമേഷൻ കിട്ടുന്നത് നോക്കി ഇപ്പോൾ ഈ ടൈമിൽ ഇനി ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് പോകുന്നത് വരെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സഹകരിക്കണം. എനിക്കറിയില്ല ബാക്കി വാട്സപ്പിൽ എങ്ങനെയാണ് ചാനൽ ഉണ്ടാക്കണമെന്നൊക്കെ. അത് അറിയാവുന്നവർ എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഈ മഹാ അത്ഭുതമെന്ന് വേണം പറയാൻ ഇതിങ്ങനെ ചെയ്യാൻ പറ്റണത് തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിത് കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറയണതാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ ക്ഷീണിതനാണ്. ക്ഷീണമുണ്ടെങ്കിലും കർത്താവ് അതെല്ലാം വെട്ടിക്കടന്ന് അഭിഷേകം തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കഠിനാധ്വാനവും ക്ഷീണവും എല്ലാം സുവിശേഷത്തിന് ആവശ്യമാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടല്ലല്ലോ നാം സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അതുകൊണ്ട് എന്നാലും എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമാണ്, ബ്രദർ ഭയങ്കര ക്ഷീണിച്ചിരിക്കണമെന്നും പറഞ്ഞ് എന്നെ തളർത്തരുത് നിങ്ങൾ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയും ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും. ഇത് അതിപുരാതനമായ ഒരു കൊവേന്തയാണ്. ഇവിടെ ആരുമില്ല ഈ വലിയ കൊവേന്തയിൽ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തുതി. ഈശോയെ നന്ദി. നമുക്കെല്ലാവർക്കും കൂടി ഒന്നും കൂടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കൊവേന്തയിൽ അച്ഛന്മാർ വരണമേ. ഈ കൊവേന്ത ശുശ്രൂഷയ്ക്കായിട്ട് തുറന്നു തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്ന് ഈ കൊവേന്തയിൽ വചനം പ്രഘോഷിക്കപ്പെടും. അനേകം പേര് വരണം. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹലബല 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 ശലബല ഹലബല ഹലബല
ശലബല ഹലബല ഹലബല. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണം. ഒന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. അബോധ മനസ്സിൽ പടരണമേ, ഉപബോധ മനസ്സിൽ പടരണമേ. മനസാക്ഷിയിൽ പടരണമേ, ചിന്തകളിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. വരദാനങ്ങൾ ചൊരിയണമേ, പ്രവചനവരം ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ, ഭാഷാവരം ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ, പ്രവചനവരം ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ, വ്യാഖ്യാനവരം ചൊരിയണമേ. ശാലബല ഹലബല 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 ശാലബല ഹലബല. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിച്ച്, എല്ലാവരും എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എല്ലാവരിലും പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണേ, ജ്ഞാനം നൽകണേ. ദൈവമേ, ജ്ഞാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. വാതിക്കൽ തന്നെ, പ്രഭാതത്തിൽ വാതിക്കൽ തന്നെ കാത്തിരിക്കുന്ന ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. അക്ഷയനിധിയായ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ, അക്ഷയനിധിയായ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ ശുദ്ധമായ നിസ്സരണവുമായ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ദൈവശക്തിയുടെ ശ്വാസം, ദൈവശക്തിയുടെ ശ്വാസമായ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണേ. ശലബല ഹലബല 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 ഹലബല. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. നീ എഴുതിയപ്പോൾ ഞാനും പാടാൻ തുടങ്ങിയത്. ശലഹലബല. Let the anointing of the Lord from heaven come down. ശലബല ഹലബല 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 ഹലബല. Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness. You Lord, my Lord, that is who you are. That is who you are. That is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my Lord, that is who you are. That is who you are. Waymaker, miracle worker, promise keeper, light in the darkness, that is who you are. That is who you are. ശലബല ഹലബല 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 ഹലബല. വരുവിൻ, നമുക്ക് ഇനി ആരംഭിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കറ്റേനാവറയായും കാറ്റക്കിസവും പുനരാരംഭിച്ചു. പക്ഷെ അത് അഭിഷേകത്തിലേക്ക് അങ്ങ് വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ സമയം എല്ലാം ഔട്ട് ഓഫ് കൺട്രോളാണ്. എന്നിരുന്നാലും ഇതൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഇതൊരു അത്ഭുതമാണ് ഇന്നത് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഇതൊരു അത്ഭുതമാണ്. ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, അങ്ങയുടെ പരിപാലനയെപ്പറ്റി നന്ദി പറയുന്നു. എന്നെ സഹായിക്കുന്നവരെ പ്രതി നന്ദി പറയുന്നു. ഈ സംഭവം
ഈ ലൈവ് സ്ട്രീം സാധ്യമായതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ഇതിനുവേണ്ടി അങ്ങ് തന്നെയാണ് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി തന്നത്. അങ്ങ് തന്നെയാണ് ഞങ്ങളിലൂടെ ചെയ്യുന്നത്. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നമുക്ക് പഠിക്കാം. ബൈബിൾ കോളേജ്, ബൈബിൾ അക്കാഡമി, കറ്റേനാവറയ, കാറ്റഗിസം, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഞങ്ങൾ ഇനി ഈ ക്ലാസ് നിർത്തില്ല. ഈ ക്ലാസ് നിർത്തില്ല. പക്ഷേ ഇനി ഇംഗ്ലീഷിലും ചെയ്യണത്. വരുവിൻ, നമ്മൾ കറ്റേന ഔറയ എന്ന സുവർണ കണ്ണികൾ എന്ന സുവിശേഷ പഠനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്നേവരെ കേൾക്കാത്തവരുണ്ട്. ആരംഭം ആദ്യമായിട്ട് കയറുന്നവരുണ്ടാകാം. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. 1264 അന്നത്തെ മാർപ്പാപ്പയായ അർബൻ 4 മാർപ്പാപ്പയ്ക്ക് കർത്താവ് നൽകിയ വലിയ ഒരു വെളിപാടായിരുന്നു, പ്രചോദനമായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് 4 സുവിശേഷങ്ങൾക്കുമായിട്ട് ഒരു ഔദ്യോഗിക വ്യാഖ്യാനം ഉണ്ടാകണം. ആ ഔദ്യോഗിക വ്യാഖ്യാനം സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ നിന്നും അടർത്തിയെടുത്തതായിരിക്കണം. അങ്ങനെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം അടങ്ങുന്ന ആ വ്യാഖ്യാനം ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ സഭാപിതാക്കന്മാരുടെ ആ വ്യാഖ്യാനത്തിൽ നിന്നും വിശുദ്ധ തോമസ് അക്വീനാസിനാൽ ക്രോഡീകരിക്കപ്പെട്ടതാണ് കറ്റേന ഔറയ. ഇത് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ രചനയല്ല. എന്നാൽ വിശുദ്ധ തോമസ് അക്വീനാസ് ഈ മാർപ്പാപ്പ 80ഓളം സഭാപിതാക്കന്മാരുടെ 100ഓളം പുസ്തകങ്ങൾ പഠിച്ച് അതിൽ നിന്നും ഓരോ വചനത്തിനും വേണ്ടതായ പ്രബോധനങ്ങളെ അടർത്തിയെടുത്ത് ഒരു കറ്റേന, ഒരു ചെയിൻ, ഒരു സുവർണ കണ്ണികൾ ആക്കി മാറ്റിയിരിക്കുന്നു. ഞാനിത് വർണ്ണിക്കുമ്പോൾ എൻ്റെ അകത്ത് വരുന്ന ഒരു തരംഗം, എന്തോരം അവർ പിതാക്കന്മാർ ഈ വചന വ്യാഖ്യാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, എന്തോരം ഈ വിശുദ്ധനായ തോമസ് അക്വീനാസിന് വേണ്ടി കഷ്ടപ്പെട്ടു. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളും കഷ്ടപ്പെട്ടു. നമ്മളത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ഇനി അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിന് അതിൻ്റെ അകത്ത് കുറച്ച് വിവരണങ്ങൾ കൂടി ചേർത്തിട്ട് വേണം പബ്ലിഷ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, കർത്താവ് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, പഴയ കാലത്തെ ആ പണ്ഡിതന്മാരായ അവരുടെ ഈ വ്യാഖ്യാനത്തോട് ചേർത്ത് ഈ കാലഘട്ടത്തിൽ, അതായത് ഈ പഴയ കാലം എന്ന് പറഞ്ഞാൽ 6-8 നൂറ്റാണ്ട് കാലമാണ് ഈ പിതാക്കന്മാരുടെ കാലഘട്ടം. അതിനുശേഷമുള്ള 12 നൂറ്റാണ്ട് കാലം സഭയിൽ എന്തോരം മൽപ്പാന്മാരും വേദപാരംഗതന്മാരും മാർപ്പാപ്പമാരും ഉണ്ടായി. അവരിതിനു വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഓരോ വചനത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾ
കൂടുതൽ വിശദമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തണം, നമ്മൾ അത് കണ്ടെത്തണം. എന്നിട്ട് അതും കൂടി ക്രോഡീകരിച്ച് നമ്മൾ ബൃഹത്തായ ഒരു പുസ്തക സമാഹാരമാക്കി ബൈബിൾ അക്കാഡമിയുടെ ഹൃദയമായി മാറുമത്. ബൈബിൾ അക്കാഡമി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ആയോ? അപ്പോൾ ഇനി നമ്മൾ ആ പിതാക്കന്മാരുടെ മാധ്യസ്ഥമെടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ സമയമെല്ലാം കഴിഞ്ഞുവെങ്കിലും ഇന്ന് ഇവിടുത്തെ ശുശ്രൂഷ 11 മണിക്കേ തുടങ്ങുള്ളൂ. അതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സമയമെല്ലാം ഉപയോഗിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാം. ദൈവമേ, നന്ദി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ അഗസ്തീനോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ അംബ്രോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ ജെറോം, വിശുദ്ധ റാബാനൂസ്, റെമേജിയോസ്, ടെർത്തുല്യൻ, യോർഗൻ, ബീഡ്, ഒറിജിൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ആൻസലേം, വിശുദ്ധ ഹിലാരി, വിശുദ്ധ ജോൺ ഡമാസീൻ, വിശുദ്ധ പീറ്റർ ക്രിസോലോഗോസ്, വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ഹിപ്പോലിറ്റസ്, വിശുദ്ധ ജസ്റ്റിൻ മാർട്ടേർ, വിശുദ്ധ അത്തനാസിയോസ്, വിശുദ്ധ അപ്രേം, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്, വിശുദ്ധ സിറിൽ of Alexandria, Cyril of Jerusalem, Clement of Alexandria, Clement of Rome, വിശുദ്ധ ആന്റണി ഓഫ് ഈജിപ്റ്റ്, വിശുദ്ധ തോമസ് അക്വിനാസ് സർവോപരി, സർവോപരി തോമസ് അക്വിനാസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാരായ ജോൺ 23 മാർപ്പാപ്പ, ജോൺ പോൾ 6 മാർപ്പാപ്പ, താങ്ക് യു മിനി, ജോൺ പോൾ 2 മാർപ്പാപ്പ, പോപ്പ് ഫ്രാൻസിസ്, പോപ്പ് ബെനഡിക്റ്റ്, സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്, സെയിൻറ്റ് തെരേസ ഓഫ് ആവില ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓക്കെ, ഇനി നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണല്ലേ? ശരിയല്ലേ? അപ്പോൾ പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. പ്രവചനം വേണമോ? തെരേസ ഓഫ് ലിസിയോ, പ്രവചനം വേണമെന്നുള്ളവരൊന്ന് കരമുയർത്തിയേ. പ്രവചനം വേണമോ? പ്രവചനം വേണോ എന്നുള്ളവർ കരമുയർത്തുക. ശാലാനബല പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഞങ്ങളിലൂടെയുള്ള ഈ പ്രവചനം ലോകം മുഴുവനെയും
ഹലബല 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 ഹലബല. പ്രവചനം വേണം, പ്രവചനം വേണം. താങ്ക് യു. താങ്ക് യു മിനി. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും പ്രവചിക്കാൻ തുടങ്ങും. സാവൂളും ഭൃത്യനും, താങ്ക് യു, സാവൂളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. Come Holy Spirit, come Holy Spirit. പ്രവചനത്തിനായി ഞങ്ങൾ ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, പ്രവചനത്തിനായി ഞങ്ങൾ ദാഹിക്കുന്നു. എന്റെ ജനമേ, എന്റെ ജനമേ, ഞാനാകുന്നു ജ്ഞാനം. എന്റെ ജ്ഞാനവും എൻ്റെ വിസ്മരണീയമായ രഹസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സുവിശേഷ വ്യാഖ്യാനത്തിലൂടെയാണ് പകരുന്നത്. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിലൂടെ നിങ്ങൾ പഠിച്ച് പ്രബുദ്ധരാകുവിൻ. പിതാക്കന്മാരുടെ ഈ വ്യാഖ്യാനം എല്ലാവരിലും, സഭ മുഴുവനിലും പ്രസരിക്കുമാറാകട്ടെ. വചനത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനം നിങ്ങൾ പഠിക്കട്ടെ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളിൽ പുതിയ ആഴമായ രഹസ്യങ്ങൾ പകരുന്നു. ദൈവരാജ്യത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പകരുന്നു. വിസ്മരണീയതകൾ ഞാൻ തുറക്കുന്നു. ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരണം ഞാനിതാ നിങ്ങൾക്ക് തുറക്കുന്നു. ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരണം എൻ്റെ വിസ്മരണീയമായ ജ്ഞാനമാണ്. എൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വിസ്മരണീയമായ ജ്ഞാനത്തിൻ്റെ ചുരുളഴിക്കുന്നു. ഞാനിതാ ചുരുളഴിക്കുന്നു. എൻ്റെ വചനത്തിൻ്റെ ചുരുളഴിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ വചനം അഗ്രാഹ്യമായ രഹസ്യങ്ങളെ പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ അതിശക്തമായി മാറ്റിമറിക്കും. നിങ്ങളിലുള്ള അഭിഷേകത്തെ ഉണർത്തും. നിങ്ങളുടെ അഭിഷേകത്തെ ഉണരണമെങ്കിൽ എൻ്റെ വചനത്തിൻ്റെ ആഴമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആഴത്തിലേക്ക് നീക്കി വലയെറിയുവിൻ. ആഴത്തിലേക്ക് നീക്കി വലയെറിയുവിൻ. എൻ്റെ വചനത്തിൻ്റെ ആഴമായ പ്രബോധനങ്ങളെ നിങ്ങൾ ഗ്രഹിക്കുവിൻ. നിങ്ങൾ ഗ്രഹിക്കുവിൻ. എൻ്റെ ജനമേ, സുവിശേഷം പ്രഘോഷിക്കുന്നവർ സ്വന്തം ബുദ്ധിയിൽ നിന്ന് പ്രഘോഷിക്കാതെ എൻ്റെ രഹസ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പ്രഘോഷിക്കുവിൻ. എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവിൻ.
പരിശുദ്ധാത്മാവിലൂടെ പ്രഘോഷിക്കുവിൻ. ഞാൻ നൽകുന്ന ആത്മീയ വീര്യത്തിലൂടെ പ്രഘോഷിക്കുവിൻ. ഞാൻ നൽകുന്ന ആത്മീയ അഭിഷേകത്തിലൂടെ പ്രഘോഷിക്കുവിൻ. അത് ഞാൻ ഇതാ നിങ്ങളിൽ ഇപ്പോൾ സ്ഥാപിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നവർ എൻ്റെ അഭിഷേകത്തിലൂടെ പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകം തുറക്കുവേൻ, അഭിഷേകം തുറക്കുവേൻ. ശലഭ ഹലഭ ശലഭ ശലബല ബലബല ബലബല റഖലബഖുറ ഉറുലമറഖിര. എൻ്റെ വചനം ലോകം മുഴുവനും ഞാൻ വ്യാപിപ്പിക്കും, അതിനുശേഷമേ അന്ത്യമാകുകയുള്ളൂ. എൻ്റെ വചനം എല്ലാവരുടെയും സാക്ഷ്യത്തിനായി, എല്ലാ മുട്ടും മടങ്ങുന്നതിനായി, എല്ലാ നാവും പ്രഘോഷിക്കുന്നതിനായി ലോകമെമ്പാടും ഞാനിതാ പ്രസരിപ്പിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സഹിതം അത് പ്രസരിക്കട്ടെ. ഇതാ ഞാൻ നിനക്കും നിന്റെ ടീമംഗങ്ങൾക്കും പുത്തൻ അഭിഷേകം നൽകുന്നു. ലോകം മുഴുവനിലും ഈ അഭിഷേകം പ്രസരിക്കും. വരദാനങ്ങൾക്ക് ആഭിമുഖ്യം കൊടുത്തുകൊണ്ടുള്ള വചന ശുശ്രൂഷ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. Praise the Lord. അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. അവർക്ക് രോഗശാന്തികളുണ്ടായി. കർത്താവേ, ഈ പ്രവചനം സമയത്തുണ്ടായ രോഗശാന്തികളാണിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. ഈ പ്രവചന സമയത്ത് പ്രവചനത്തെ ശക്തമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന് നന്ദി പറയുവിൻ. ഈ പ്രവചന സമയത്തുണ്ടായ രോഗശാന്തികളിലൊന്ന് ഒരാൾക്ക് ശക്തമായ നെഞ്ചുവേദന സുഖപ്പെട്ടു. ഒരാൾക്ക് വയറിങ്ങനെ വീർത്തിരിക്കുന്നത് കാണുകയാണ്. എന്നാൽ അത് പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോയി. അങ്ങനെ ദൈവവചനം ആ വ്യക്തിയുടെ അത്ഭുത രോഗശാന്തി ഉണ്ടാക്കുന്നു. Praise the Lord. വായോ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സുവിശേഷം വായിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ക്ഷീണമാണ്, ഉറക്കം വരുന്നുണ്ട്, രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. എങ്കിലും ഈ ശുശ്രൂഷ നടത്തണം എന്നുള്ള ഒരു വലിയ പ്രചോദനത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് കഴിയുന്നതും വേഗം നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. എന്നിട്ട് വേണം ഇന്നത്തെ പകലത്തെ ശുശ്രൂഷയ്ക്ക് തയ്യാറാകാൻ.
അപ്പോൾ നമ്മൾക്ക് വായിക്കാം. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, സകലതും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. വരുവിൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ബേസിൽ, വിശുദ്ധ ക്രിസോസ്റ്റം പിതാവെല്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആവശ്യമുള്ളവർ, അത് കേൾക്കാത്തവർ ആ എപ്പിസോഡ് പോയി കേൾക്കണം. യെസ്, നിങ്ങളെല്ലാവരുടെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. വിശുദ്ധ ബേസിൽ. എന്നാലും നമ്മുടെ ബാഹ്യമായ വാക്കിന് ദൈവവചനത്തോട് സാദൃശ്യമുണ്ട്. വിശുദ്ധ ബേസിൽ. എന്തെന്നാൽ നമ്മുടെ വാക്ക് നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ സങ്കല്പത്തെയും, കാരണം മനസ്സിൽ ധരിക്കുന്നതിലൂടെ വാക്കിലൂടെ നാം പുറത്തു കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഉറവിടമായാൽ എന്ന പോലെയാണ് നമ്മുടെ ഹൃദയം ഉറവിടമായാലെന്ന പോലെയാണ് ഉച്ചരിക്കപ്പെടുന്ന വാക്ക് അവിടെ നിന്ന് ഒഴുകുന്ന അരുവി പോലെയാണ്. പ്രൈസ് ദ ലോർഡ്. സാവധാനം നമുക്ക് മനസ്സിലാകൽ എന്ന വരം കിട്ടിയിട്ടുണ്ടല്ലേ? ഇതിപ്പോൾ മനസ്സിലായില്ലേ? വിശുദ്ധ ബേസിൽ. അതൊക്കെ ആദിപിതാക്കന്മാരിൽ വലിയ ആൾക്കാരാണ്. ബെസേലിയോസ്, വിശുദ്ധ ബേസിൽ. നമ്മുടെ ബാഹ്യമായ വാക്കിന് ദൈവവചനത്തോട് സാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വില കൊടുക്കേണ്ടി വരും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതിരൻ സംസാരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ? എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 12:36 ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതിരൻ സംസാരിക്കുന്നത്. എടാ പോടാ പട്ടി ഇതെല്ലാം പറയുമ്പോൾ ക്ഷമിക്കണം, ആ ഹൃദയം അശുദ്ധമായതുകൊണ്ടല്ലേ. എന്നാൽ ഹൃദയത്തിൽ വിശുദ്ധിയാണ്, സ്നേഹമാണ് നിറഞ്ഞെങ്കിലും മകനേ എന്ന് പറയുക. മകനേ, മനുഷ്യരെ, ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ നമ്മൾ വേറെ ഒരു വാക്ക് പറയില്ല. മകനെ, മകളെ, നീ അനുഗ്രഹീതനാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് 12:34 ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കണ്ടോ? അതിവിടെ ചേരും. എന്നാലും വിശുദ്ധ ബേസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായി, ആ ഒറ്റ വാക്കിനെ കുറിച്ചാണ്. എന്നാലും നമ്മുടെ ബാഹ്യമായ വാക്കിന് ദൈവവചനത്തോട് സാദൃശ്യമുണ്ട്. എന്തെന്നാൽ നമ്മുടെ വാക്ക് നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ സങ്കല്പത്തോടും, നമ്മുടെ വാക്ക് നമ്മുടെ വാക്ക് നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ സങ്കല്പത്തെയും, എന്നാലും അതിങ്ങനെ വായിക്കണം, എന്നാലും നമ്മുടെ ബാഹ്യമായ വാക്കിനും ദൈവവചനത്തോട് സാദൃശ്യമുണ്ട്.
എന്താ നമ്മുടെ വാക്ക് നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ സങ്കല്പത്തെയും, നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ വാക്ക് പുറത്തു വരുന്നത്. അത് താനേ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, ചിന്തിക്കാതെ അങ്ങനെയാണ് വന്നു പോയിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്തകളിലും ഭാവനകളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് തെറ്റായ ബോധ്യങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ്. എന്നാൽ കാരണം മനസ്സിൽ ധരിക്കുന്നതിലൂടെ വാക്കുകളിലൂടെ നാം പുറത്തു കൊണ്ടുവരുന്നു. മനസ്സിൽ ധരിക്കുന്നതിലൂടെ. അപ്പോൾ മനസ്സിൽ ധരിക്കുന്നതിലൂടെ വാക്കിലൂടെ നാം പുറത്തു കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം വളരെ പ്രധാന കാര്യമാണ്. നമ്മുടെ ഹൃദയം ഒരു ഉറവിടം പോലെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഉറവിടമാണ്. നമ്മുടെ ഹൃദയം ഒരു ഉറവിടം പോലെയാണ്. ഒരു ഉറവിടമായാലെന്ന പോലെയാണ്. ഉച്ചരിക്കപ്പെടുന്ന വാക്ക് അവിടെ നിന്നൊഴുകുന്ന ഒരരുവി പോലെയാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സുവിശേഷകൻ്റെ ആധ്യാത്മിക ജ്ഞാനം, ഇത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചതാണ്. ആധ്യാത്മിക ജ്ഞാനം ശ്രവിക്കുക. സുവിശേഷകൻ്റെ ആധ്യാത്മിക ജ്ഞാനം ശ്രദ്ധിക്കുക. മനുഷ്യർ ഏറ്റവും പ്രാചീനമായതിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു എന്നും മറ്റുള്ള സകലതിനേക്കാൾ മുമ്പുള്ളതിനെ അവർ ദൈവമായി everything good? Do you want tea? Okay. You know, after this I will go and sleep little bit. Okay. We will not have breakfast immediately. Okay. And then you can pack up these things. Yeah. Because we don't need all these things for the life. Yeah. When you're finished. Okay, sorry. Tommy is here. Come here, Tommy. Tommy, you come here. Let our viewers see. This is Tommy, who is our team. He helps me to fit up all these things. Whole night we were working. Praise the Lord. Hallelujah. Hallelujah. Yeah. Hallelujah. Yes. ഇത് കഴിഞ്ഞിട്ട് ഇത് ഉടനെ ഇതെല്ലാം പാക്ക് ചെയ്യാം. കാരണം ഇവിടുത്തെ ജനറൽ ശുശ്രൂഷയ്ക്ക് ഇതൊന്നും ഉപയോഗിക്കില്ല. ജനറൽ ശുശ്രൂഷ നമ്മൾ ഫോണിലൂടെ മാത്രം ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് രാത്രി പോകണം. നാളെ അവിടെ നിന്ന് ചെയ്യും. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഇൻ്റർനെറ്റ് നല്ല കണക്ഷൻ ഇല്ലെങ്കിൽ ഫോണിൽ കൂടി നമുക്ക് ചെയ്യാം. യെസ്. അപ്പോൾ സുവിശേഷകൻ്റെ ആധ്യാത്മിക ജ്ഞാനം ശ്രദ്ധിക്കുക. മനുഷ്യർ ഏറ്റവും പ്രാചീനമായതിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രവചനം വന്നു. മനുഷ്യർ ഏറ്റവും പ്രാചീനമായതിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നുവെന്നും മറ്റുള്ള സകലതിനെയും കാളും മുമ്പുള്ളതിനെ അവർ ദൈവമായി സങ്കല്പിച്ചുവെന്നും മറ്റുള്ള സകലതിനെയും കാളും മുമ്പുള്ളതിനെ, അതാണ് ആദിയിൽ വചനമുണ്ടായി. സകലതും ഉണ്ടായതിൻ്റെ അച്ച പോലെയാണ്, മോൾഡ് പോലെ.
സകലതും ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് ദൈവമാണ്, ദൈവവചനമാണ്. അപ്പം സകലത്തിനേക്കാൾ മുമ്പുള്ളതിനെ അവർ ദൈവമായി സങ്കല്പിച്ചുവെന്നും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഇക്കാരണത്താൽ അദ്ദേഹം ആരംഭത്തെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. വിശുദ്ധ ഒറിജിൻ ആരംഭം എന്ന വാക്കിന് പല സൂചനകളും ഉണ്ട്. എന്നാൽ ഒരു യാത്രയ്ക്ക് ഒരാരംഭമുണ്ട്, ദൈർഘ്യത്തിന് ഒരാരംഭമുണ്ട്. സുഭാഷിതങ്ങളനുസരിച്ച് ശരിയായ വഴിയിലൂടെ തുടക്കം നീതി ചെയ്യലാണ്. നീതി ശരിയായ വഴിയുടെ അടക്കം നീതി ചെയ്യലാണ്. ഓരോ സൃഷ്ടിക്കും ഒരു തുടക്കമുണ്ട്. ജോബിൻ്റെ അഭിപ്രായത്തിൽ അവിടുന്ന് ദൈവത്തിൻ്റെ മാർഗങ്ങളുടെ തുടക്കമാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ മാർഗങ്ങളുടെ തുടക്കമാണ്. ദൈവം എല്ലാ വസ്തുക്കളുടെയും തുടക്കമാണ്. ദൈവം എല്ലാ വസ്തുക്കളുടെയും തുടക്കമാണെന്ന് പറയുന്നതും തെറ്റല്ല. എല്ലാ വസ്തുക്കളുടെയും തുടക്കം ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ സൃഷ്ടിക്കും ഒരു തുടക്കമുണ്ട്. ജോബിൻ്റെ അഭിപ്രായത്തിൽ അവിടുന്ന് ദൈവത്തിൻ്റെ മാർഗങ്ങളുടെ തുടക്കമാണ്. ദൈവത്തിൻ്റെ മാർഗങ്ങളുടെ തുടക്കമാണ്. ദൈവം എല്ലാ വസ്തുക്കളുടെയും തുടക്കമാണെന്ന് പറയുന്നതും തെറ്റല്ല. മുൻ അസ്തിത്വമുള്ള വസ്തു ആദിമ യഥാർത്ഥ വസ്തുവുമായി കരുതപ്പെടുന്നു. മുൻ അസ്തിത്വം എന്താണ്? ഒരു വസ്തു സൃഷ്ടിക്കുന്നതിന് മുൻപ്, സൃഷ്ടിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ മനുഷ്യൻ ചിന്തിക്കുമല്ലോ. അതാണ് ആദിയിൽ ഉണ്ടായ വചനം. അച്ചു പോലെയാണ്. അച്ചു ഉദാഹരണത്തിന്, എന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് കർത്താവ് കണ്ടു. മുൻപ് അതെങ്ങനെയാണ് കാണുന്നത്? അതാണ് വചനം. ആദിയിൽ ഉണ്ടായിരുന്ന വചനം. അതോടെ വായിക്കാം. മുൻ അസ്തിത്വമുള്ള വസ്തു ആദിമ യഥാർത്ഥ വസ്തുവുമായി കരുതപ്പെടുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിക്കപ്പെടുന്നു. ആ രൂപത്തെ സംബന്ധിച്ചും ആരംഭമുണ്ട്. ദൈവത്തിൻ്റെ പ്രതിരൂപമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ആരംഭമാണ് ക്രിസ്തു. ദൈവത്തിൻ്റെ പ്രതിരൂപമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ ആരംഭമാണ് ക്രിസ്തു എന്നതുപോലെ സൈദ്ധാന്തികത്തിനും ഒരു ആരംഭമുണ്ട്.
സൈദ്ധാന്തികം എന്ന ഡോക്ടറിൻ എബ്രായരുടെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് നിങ്ങൾ അധ്യാപകരാകാൻ പോകേണ്ട, സമയമാകുമ്പോൾ പ്രവചനങ്ങളുടെ വചനങ്ങളുടെ തത്വങ്ങളെപ്പറ്റി ഒരാൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. എന്തെന്നാൽ സിദ്ധാന്തത്തിൻ്റെ ഇനി ഞാൻ നിർത്തണം, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരികയാണ്. അപ്പോൾ ഇന്നത്തെ പ്രവചനത്തെ നമുക്ക് ഉൾക്കൊള്ളാം. പ്രവചനത്തെ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ഇന്ന് ഇത്രയും നമ്മൾ വായിച്ച് കേട്ടതിനെ നിങ്ങൾ വീണ്ടും പ്ലേ ചെയ്ത് കേൾക്കൂ. അതിലൊരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ പ്രവചനം വീണ്ടും ഒന്ന് കേൾക്കാം. എൻ്റെ ജനമേ ഞാനാകുന്നു ജ്ഞാനം. എൻ്റെ ജ്ഞാനവും എൻ്റെ വിസ്മരണീയമായ രഹസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സുവിശേഷ വ്യാഖ്യാനത്തിലൂടെയാണ് പകരുന്നത്. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിലൂടെ നിങ്ങൾ പഠിച്ച് പ്രബുദ്ധരാകുവിൻ. പിതാക്കന്മാരുടെ ഈ വ്യാഖ്യാനം സഭ മുഴുവനും പ്രസരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനം ഉടനെ നടക്കണം. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിലൂടെ നിങ്ങൾ പഠിച്ച് പ്രബുദ്ധരാകുവിൻ. പിതാക്കന്മാരുടെ ഈ വ്യാഖ്യാനം സഭ മുഴുവനും പ്രസരിക്കുമാറാകട്ടെ. വചനത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനം നിങ്ങൾ പഠിക്കണം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളിൽ പുതിയ ആഴമായ രഹസ്യങ്ങൾ പകരുന്നു. ആമേൻ. ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പകരുന്നു. വിസ്മരണീയതകൾ ഞാൻ തുറക്കുന്നു. ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരണങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി, നിന്റെ സന്താനങ്ങൾക്ക് വേണ്ടി, അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളിൽ പുതിയ ആഴമായ രഹസ്യങ്ങൾ പകരുന്നു. ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പകരുന്നു. വിസ്മരണീയതകൾ ഞാൻ പകരുന്നു. ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് തുറക്കുന്നു. ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരണം എൻ്റെ വിസ്മരണീയമായ ജ്ഞാനമാണ്. എൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വിസ്മരണീയമായ ജ്ഞാനത്തിൻ്റെ ചുരുളഴിക്കുന്നു. ഞാനിതാ ചുരുളഴിക്കുന്നു. ഐ ആം റിവീലിംഗ് എവരിത്തിങ്. ഐ ആം ഓപ്പണിംഗ് എവരിത്തിങ്.
എൻ്റെ വചനത്തിൻ്റെ സ്ക്രോൾ ഐ ആം ഓപ്പണിങ്. നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ വചനമഗ്രാഹ്യമായ രഹസ്യങ്ങളെ പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ അതിശക്തമായി മാറ്റിമറിക്കും. നിങ്ങളിലുള്ള അഭിഷേകത്തെ ഉണർത്തും. നിങ്ങളിലുള്ള അഭിഷേകം ഉണരണമെങ്കിൽ എൻ്റെ വചനത്തിൻ്റെ ആഴമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ. ത്രോ യുവർ നെറ്റ് ഇൻ ടു ഡീപ്പ്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ. എൻ്റെ വചനത്തിൻ്റെ ആഴമായ പ്രബോധനങ്ങളുടെ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ വചനത്തിൻ്റെ ആഴമായ പ്രബോധനങ്ങളെ നിങ്ങൾ ഗ്രഹിക്കുവിൻ. അതേ കർത്താവേ, ഞങ്ങൾക്കത് വേണം. എൻ്റെ ജനമേ, സുവിശേഷം പ്രഘോഷിക്കുന്നവർ സ്വന്തം ബുദ്ധിയിൽ നിന്ന് പ്രഘോഷിക്കാതെ എൻ്റെ രഹസ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പ്രഘോഷിക്കുവിൻ. എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവിൻ. പരിശുദ്ധാത്മാവിലൂടെ പ്രഘോഷിക്കുവിൻ. ഞാൻ നൽകുന്ന ആത്മീയ വീര്യത്തിലൂടെ പ്രഘോഷിക്കുവിൻ. ഞാൻ നൽകുന്ന ആത്മീയ അഭിഷേകത്തിലൂടെ പ്രഘോഷിക്കുവിൻ. അത് ഞാനിതാ നിങ്ങളിൽ ഇപ്പോൾ സ്ഥാപിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നവർ എൻ്റെ അഭിഷേകത്തിലൂടെ പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകം തുറക്കുവിൻ. എൻ്റെ വചനം ലോകം മുഴുവനും ഞാൻ വ്യാപിപ്പിക്കും. അതിനുശേഷം അന്ത്യമാകുകയുള്ളൂ. എൻ്റെ വചനം എല്ലാവരുടെയും സാക്ഷ്യത്തിനായി എല്ലായിടത്തും സാക്ഷ്യത്തിനായി എല്ലാ മുട്ടും മടങ്ങുന്നതിനായി, എല്ലാ നാവും പ്രഘോഷിക്കുന്നതിനായി ലോകമെമ്പാടും ഞാനിതാ പ്രസരിപ്പിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സഹിതം ഞാൻ പ്രസരിക്കട്ടെ. ഇതാ ഞാൻ നിനക്കും നിന്റെ ടീമംഗങ്ങൾക്കും പുത്തൻ അഭിഷേകം നൽകുന്നു. ലോകം മുഴുവനും ഈ അഭിഷേകം പ്രസരിക്കും. വരദാനങ്ങൾക്കും ആഭിമുഖ്യം കൊടുത്തുകൊണ്ടുള്ള വചന ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു. നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ഇന്നത്തെ പൊതുവായിട്ട് ശുശ്രൂഷയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണം. ഞാൻ പോയി കുറച്ച് നേരം ഉറങ്ങി റെസ്റ്റ് എടുത്ത് തയ്യാറാകാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടുന്ന് പാക്കപ്പ് ചെയ്ത് പോയി പുതിയ സ്ഥലത്ത് സെറ്റപ്പ് ചെയ്ത് നാളെ നമുക്ക് അവിടെ നിന്ന് പ്രഘോഷണം തുടരണം. ആമേൻ, ആമേൻ, ആമേൻ.